ബ്രേക്ക്ഫാസ്റ്റ് ചൂടുവെള്ളം ഞാൻ മുട്ട. മഞ്ഞൾ യൂണിവേഴ്സിറ്റി ഇതുവരെ കണ്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. ഹോഴ്സ് മീറ്റ് നൂഡിൽസ് ആണ് കേട്ടോ. ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ക്ലാസ് പോകണം. ഇന്ന് നമുക്ക് 8 മണിക്കാണ് ക്ലാസ്. ഇപ്പം സമയം 7:45. 15 മിനിറ്റ് കൊണ്ട് നാളെ നിർത്തുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഓടേണ്ടി വരും. പക്ഷെ നമുക്ക് ഓടാൻ വയ്യത്തുള്ളൂ, നമ്മൾ ബസ്സിൽ പോകാൻ വിചാരിച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ചൂടുവെള്ളം ഞാൻ മുട്ട. കാരണം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം എന്താ, ഇന്ന് ഹിസ്റ്റോളജിയാണ് ക്ലാസ്. സോ നമ്മൾ പോവുകയാണ്. ഞാൻ മുട്ട കഴിക്കട്ടെ കേട്ടോ. ഗായ്സ്, ഒരു സർപ്രൈസ് നോക്കൂ. മഞ്ഞ് ഇപ്പോൾ കണ്ടോ, ഒരു മുടിയിൽ സ്നോഫാൾ ഉണ്ട്. നമുക്ക് ഇടാം, അല്ലെങ്കിൽ പനി പിടിക്കും. ഓക്കെ, ഹായ്, നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ പോകാൻ. അതെന്തോ ഇങ്ങനെ, ഞാൻ തിരിച്ച് കാണിച്ചു തരാം. കാണാൻ നല്ല രസമല്ലേ? പക്ഷെ ഞാൻ ഉണ്ടല്ലോ ചളി കൂടിയാണ് നടക്കണത്. അപ്പോൾ താഴെ സ്നോഫോൾ വന്നിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇത് നല്ല രസമുണ്ട്. ഷേപ്പ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഷേപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇല്ല, ഷേപ്പൊക്കെ പോയിട്ടാണ് വരുന്നത്. കാരണം അത്ര തണുപ്പില്ല. അത്ര തണുപ്പില്ല എന്നല്ല, തണുപ്പുണ്ട്, കുറച്ച് തണുപ്പുണ്ട്. ഹായ്, ഇത്രയും ദിവസം ഉണ്ടല്ലോ ഈ സാധനത്തിന് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയമാകുമ്പോൾ ഞങ്ങൾ മഞ്ഞിൽ ചവിട്ടിയും കടന്നൊക്കെയായിരുന്നു ക്ലാസ് പോയിരുന്നത്. പക്ഷേ ഈ വർഷം ഇപ്പോഴാണ്, ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ മിഞ്ഞാന്ന് രാവിലെ കുഞ്ഞതായിട്ട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ. ഇന്ന് രാവിലെ വെച്ചപ്പോൾ കാണാനുണ്ടായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ 8 മണിക്കാണല്ലോ ക്ലാസ്. ഇപ്പം 8 മണിയായി ഗായ്സ്. ഇതിൽ ഓടാനോ ഒന്നും പറ്റില്ല, കാരണം മഞ്ഞാണ്, നമ്മൾ വഴിക്ക് വീഴും. സോ നമ്മൾ എന്താ പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അതാണ് യൂണിവേഴ്സിറ്റി. പക്ഷെ അവിടെ എത്താൻ ഇനിയും 10 മിനിറ്റ് എടുക്കും. പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കൈ പുറത്തിട്ടിട്ട് ഇങ്ങനെ ഫ്രീസ് ആവുക. കുറച്ച് കഴിഞ്ഞത് വേദനിക്കും. പക്ഷെ എനിക്ക് വ്ളോഗ് എടുക്കണമല്ലോ. പിന്നെന്താ, നല്ല ഒച്ച ഉണ്ടല്ലേ വണ്ടി പോണതിൻ്റെ. സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഞാൻ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തത് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുക എന്നുള്ളത്. പിന്നെ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കണ്ടന്റ് എന്ന് പറയുന്നത് മഞ്ഞുണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്കിടയ്ക്ക് തോന്നലുണ്ട്, കഴിഞ്ഞ വർഷം ഡിസംബറിലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതിയെന്നോ വ്ളോഗിങ്, അല്ലെങ്കിൽ ഇവിടെ വന്ന ഉടനെയൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി എന്ന് ഞാൻ ഇടയ്ക്ക് ഓർക്കലുണ്ട്. ബിക്കോസ് കഴിഞ്ഞ വർഷമൊക്കെ നല്ല രസമാണ് സ്നോ ഒക്കെ ഇട്ട്. എൻ്റെ അടുത്ത് കുറേ നോർമൽ വ്ളോഗുകളുണ്ട്, ഞാൻ വെറുതെ എടുത്ത് വെച്ച്. ഇത് കണ്ട ഒരു ഡാൻഡ്രഫിൻ്റെ പോലെ ഇല്ലേ ഉണ്ടല്ലോ. ഇത് കണ്ടിട്ട് തിന്നാൻ തോന്നും. ഏതൊരു സ്ത്രീക്ക് കുറച്ച് ഷോ കാണിക്കണ്ടില്ലേ? ഞാൻ ഷോക്കുള്ള സാധനം ഉണ്ടല്ലോ, നമുക്ക് ഷോ കാണിക്കാം. യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾ യൂണിവേഴ്സിറ്റി ഇതുവരെ കണ്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് കൈ നമുക്ക് കുറേ നേരം പുറത്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ബിക്കോസ് തണുപ്പ് കാരണം കൈ നമുക്ക് ഫ്രോസായിട്ട് വേദനിക്കും. ഞാൻ ഗ്ലൗസ് ഇടാത്തത് കാരണം എനിക്ക് തീരെ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് സമയം പോക്കറ്റിലിടും, എന്നിട്ട് ഞാൻ പിന്നെയും ഫോൺ എടുക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഭയങ്കര കഷ്ടപ്പാടാണ്. യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കാരണം ക്ലാസ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇത് നമുക്ക് എക്സ്ക്യൂസ് ഉണ്ടല്ലോ മാമിനോട് പറയാൻ. മാം മഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് നടക്കാൻ പറ്റിയില്ല. മാമിന് എന്തായാലും അറിയും ഈ എക്സ്ക്യൂസ് തന്നെയാണ് എല്ലാവരും പറയാൻ പോകേണ്ടത്. ഇറ്റ്സ് ഓക്കെ.
ഗായ്സ്, നമ്മുടെ ക്ലാസ്സസ് ഓവർ. ഇനി റൂമിൽ പോവാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ലൈബ്രറിയിലിരിക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു റൂമിൽ പോവാം. അറ്റ് ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ലൈബ്രറിയിലിരിക്കാം. റൂമിൽ പോയി എന്തായാലും ഞാൻ ഇപ്പോൾ പഠിക്കൊന്നുമില്ല. അപ്പോൾ സൗണ്ട് ഇഷ്ടമാണ്. അപ്പം നമ്മൾ ലൈബ്രറിയിൽ കുറച്ച് സമയം ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വിശക്കും എന്തായാലും. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഒരു 1:30 2 മണി വരെയോ അല്ലെങ്കിൽ എപ്പോഴാണോ മതിയാകുന്നത് അതായിരിക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചു പോവാൻ വിചാരിച്ചു. ഓക്കെ, ഇതാണ് അവരുടെ ഫുഡ്. ഇതുണ്ടല്ലോ ഹോഴ്സ് മീറ്റ് നൂഡിൽസ് ആണ് കേട്ടോ. കുതിര ചിക്കൻ, കുതിര മീറ്റ്. ഓക്കെ, ഇതെന്താ ഇലയൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെയാണ് അവരുടെ ഫുഡ്. ഓക്കെ, ചിക്കൻ്റെ ഒക്കെ കളർ കണ്ടോ. ഗായ്സ്, ആരോ സ്നോമാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്നോമാൻ അല്ല, ദിസ് ഇസ് സ്നോ കുട്ടി ഓർ സംതിങ്. ഹലോ, നമ്മൾ തിരിച്ചു പോവാണ് റൂമിലേക്ക്. ഉച്ചയായി സമയം, ഫുഡ് കഴിക്കാം. പിന്നെ എനിക്ക് വാഷ്റൂം പോകണം. സോ ഞാൻ വിചാരിച്ചു മതിയാക്കാം. അമ്മ ബാക്കിലുണ്ട്. വാഷ്റൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. എന്താ വെച്ചാൽ ഒരു കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ വെസ്റ്റേൺ ഹൈജീൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നുള്ളത്. ഒരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. കുട്ടീൻ്റെ അടുത്തൊരു സെപ്പറേറ്റ് വീഡിയോ ഇടുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ പറയാം. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഗായ്സ് എൻ്റെ ഫോണിൽ സ്പേസ് തീർന്നു. ഐഫോൺ സ്റ്റോറേജ് ഫുൾ പറഞ്ഞ് കാണിച്ചു. മാമേരി ഫോണുണ്ടല്ലോ, വൈ വേറെ തന്നെ. അപ്പോൾ മാമി എനിക്ക് ഫോൺ തന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ് ഇവിടെ വെസ്റ്റേൺ ഹൈജീൻ ഫോളോ ചെയ്യുന്നതെന്നാണ് ഒരു കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സമയത്തും പിന്നെ പുറത്തുള്ള ചില സ്ഥലങ്ങൾ, ചില വാഷ്റൂം യൂസ് ചെയ്യുമ്പോഴും നമ്മൾ നിന്നിട്ടുള്ള നമ്മളിപ്പോൾ വന്നിട്ട് 2 ഹോട്ടലിൽ പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഓക്കെ ഹോട്ടലിൽ ഡേറ്റ് ഉണ്ടായിരുന്നില്ലേ? ഓക്കെ ഹോട്ടൽ ഫസ്റ്റ് വന്ന സമയത്തുള്ള ഹോട്ടലിൽ കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക്. രണ്ടാം നിന്നതിൽ കുഴപ്പമുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് നോട്ട് എ ബിഗ് പ്രോബ്ലം. അപ്പം ചില ഇതിൽ ഇവർ ഡേറ്റ് വെക്കും. അതായത് നമ്മുടെ ഹാൻഡ് ഷവറില്ലേ അത് അവർ വെക്കും, ചിലതിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു നിവൃത്തിയില്ല, നമ്മൾ ടോയ്ലറ്റ് പേപ്പർ യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് വയ്ക്കാം. പക്ഷെ ഞാനത് കൺട്രോൾ ചെയ്യാമെന്ന് ഞാൻ പറയാൻ അതൊരു തെറ്റായ കാര്യമല്ലേ? പിടിച്ച് വയ്ക്കണം എന്നൊക്കെ നമ്മളെങ്ങനെ ഒരാളോട് പറയാം. സോ നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമുക്ക്
യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പ്രശ്നം വരാറുണ്ടോ ചോദിച്ചാൽ ചില സാഹചര്യങ്ങളിൽ വരാറുണ്ട്. ലൈക്ക് ചിലപ്പോൾ വരും. പക്ഷെ അല്ലാത്ത സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻസ് ഞാൻ പറഞ്ഞല്ലോ വളരെ കുറവാണ്. സോ നമുക്ക് ലൈക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിടിക്കണം. അതിന് ഉച്ചയ്ക്ക് വാഷ്റൂം പോകാണെങ്കിൽ ലൈക്ക് വൈകുന്നേരം വരെ പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉച്ചയാകുമ്പോൾ തന്നെ ക്ലാസ് കഴിഞ്ഞു. സോ അങ്ങനെ പ്രശ്നമില്ല. സംഭവം സത്യം പറയട്ടെ, യൂണിവേഴ്സിറ്റിയുടെ സാധനം ഉണ്ട്. പക്ഷേ അതിൽ ഇതുവരെ ഞാൻ പോയിട്ട് ഇതുവരെ വെള്ളം വന്ന് ഞാൻ അതിൽ കണ്ടിട്ടില്ല. സത്യം പോലെ പറയാനല്ലോ. സംഭവം ആദ്യം അതിന് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ അതിന് എന്തോ പ്രശ്നം പറ്റി വന്നിട്ടില്ല. പിന്നെ ശരിയാക്കിയിട്ടില്ല എന്നതാണ് സത്യം. ഓക്കെ, അതാണ് സത്യം. ഞങ്ങൾ ഒരു വട്ടം ഇവിടെ ഹോസ്റ്റലിൽ ഒരു മീറ്റിംഗ് വന്ന സമയത്ത് എന്തോ ആമീനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. പക്ഷേ അവരൊരു ആക്ഷനൊന്നും എടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഹോസ്റ്റലിൽ ഇങ്ങനത്തെ പ്രശ്നം ഇല്ല. ഹോസ്റ്റലിൽ നമ്മൾ പോകുമ്പോൾ ലൈക്ക് അങ്ങനത്തെ പ്രശ്നം വരാറില്ല. സോ ഇതൊരു വലിയൊരു മേജർ ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ആ ഒരു സന്ദർഭത്തിൽ ഇതൊരു വലിയ ഇഷ്യൂ ആണ്. പക്ഷെ അല്ലാത്ത സമയത്ത് ഇതൊരു വലിയൊരു ഇഷ്യൂ അല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ തിരിച്ച് പോവുകയാണ്. മഞ്ഞിപ്പോഴും നിന്നിട്ടില്ല കേട്ടോ. രാവിലെ തുടങ്ങിയതോ കണ്ട് ഇപ്പോഴും ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കണം. അത്രയേ ഉള്ളൂ. തണുപ്പുമുണ്ട്. സോ അത്രയേ ഉള്ളൂ. ഞാൻ ഇനി ബൈ പറയുകയാണ്. ഇനി ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഞാൻ കൂടുതൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ബ്ലാ അടിച്ചിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ബൈ പറ. ബൈ.